എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഒരു ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്കും ഇതുപോലുള്ള ഫ്രീ ആൻസർ റൈറ്റിംഗ് സെഷൻസ് നമ്മൾ ചെയ്തിരുന്നു. അങ്ങനത്തെ സെഷൻസ് ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറയുകയുണ്ടായി. ഇത്തവണയും ഡിസ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിസിക്കും എസ്സേക്കും കോംപ്രിഹെൻഷനും അറ്റ്ലീസ്റ്റ് ഒരു സെഷനെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. ഇന്നത്തെ ഈ ഒരു പ്രാക്ടീസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിസീഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രിസി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. വീഡിയോ പോസ് ചെയ്തിട്ട് ആ ഒരു പ്രിസി ക്വസ്റ്റ്യൻ വായിച്ച ശേഷം ആ ഒരു പാസേജിൽ നിങ്ങളൊരു പ്രിസി എന്ന രീതിയിൽ 1/3 ആയിട്ട് ചുരുക്കി എഴുതുക. ശരിക്കുള്ളൊരു എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ കറക്റ്റായിട്ടുള്ള ടൈം ലിമിറ്റും വേർഡ് ലിമിറ്റും ഒക്കെ പാലിച്ചുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ ആ ഒരു പ്രിസി ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാസേജിൽ നിന്നും ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകളാണ് ആ ഒരു പ്രിസിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്ന ആ ഒരു മോഡൽ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടും. ചെറിയൊരു പ്രിസിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ഒരു ആൻസർ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 10 കമൻസ് എങ്കിലും നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് യൂട്യൂബ് കമൻസ് ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം ഇമേജ് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എഴുതിയ ആൻസർ നിങ്ങൾ ഒന്നും കൂടി ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നിങ്ങളുടെ ആൻസർ അങ്ങനെ ഒരു കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ 10 കമൻറ്റെങ്കിലും നമ്മൾ വാല്യുവേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഒരു ബ്രീഫായിട്ടുള്ളൊരു ഫീഡ്ബാക്ക് വാല്യുവേഷൻ എന്ന രീതിയിൽ നമ്മളത് കൊടുക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ആസ്പിറൻസിന് ഒരു പിയർ ഇവാലുവേഷനായിട്ട് നിങ്ങൾ പരസ്പരം ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പെയ്ഡ് പാക്കേജിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവും ഒബ്ജക്റ്റീവും കവർ ചെയ്യുന്ന ഫുൾ പാക്കേജ് ആയിട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പാക്കേജ് മാത്രമായിട്ടും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ലെക്ചർ വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ 9 ആൻസർ റൈറ്റിംഗ് എക്സസൈസ് ഉണ്ടാവും. ഈ 9 ആൻസർ റൈറ്റിംഗ് എക്സസൈസിൽ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ഒരു സ്കിൽ അസസ്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ലെവൽ എന്തുമാത്രം ഉണ്ട് എന്ന് അസസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന ആൻസർ കോപ്പീസ് ഡീറ്റെയിൽ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ബാക്കിയുള്ള 8 ആൻസർ റൈറ്റിംഗ് എക്സസൈസിന് ഗ്രേഡ് കൊടുത്തുകൊണ്ടുള്ള ഒരു ഗ്രേഡ് ബേസ്ഡ് ഇവാലുവേഷൻ ആണ് കൊടുക്കുന്നത്. ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കമ്പണന്റ് എന്ന് പറയുന്നത് മോർ ദാൻ 50 എക്സ്പെക്റ്റഡ് എസ്സേ ടോപ്പിക്സിൽ നമ്മൾ ഫോർഡർ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾക്ക് മോഡൽ എസ്സേസ് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതിന് അവസാനത്തെ കമ്പണന്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടെസ്റ്റ് ആണ്. 5 ഡിസ്ക്രിപ്റ്റീവ് മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു പാക്കേജിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ മോക്ക് ടെസ്റ്റിന് ഒരു ഗ്രേഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ ഉണ്ടാകുന്നതാണ്. ബാക്കി 4 മോക്ക് ടെസ്റ്റിന് വാല്യുവേഷൻ ഉണ്ടാകുന്നതല്ല. അതിന് പകരം ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ ഡിസ്കഷൻ വീഡിയോസും മോഡൽ ആൻസേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ പ്രിസി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതാണ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള പ്രിസി ക്വസ്റ്റ്യൻ. ഏകദേശം 180 വേർഡ് വരുന്ന ഒരു പ്രിസി ക്വസ്റ്റ്യൻ പാസേജ് ആണിത്. ഈ ഒരു പാസേജിനെ നിങ്ങൾ 1/3 ആയിട്ട് ചുരുക്കി ഒരു പ്രിസി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. ആക്ച്വലായിട്ട് ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. പ്രിസി എങ്ങനെ എഴുതാം എന്ന രീതിയിലുള്ള ലെക്ചർ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോസ് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു പ്രിസി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. 1/3 ആയിട്ട് ചുരുക്കി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ തന്നെ അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഇനിയിപ്പോൾ ഇതിൻ്റെ മോഡൽ പ്രിസി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒരു റെഫറൻസ് എന്ന രീതിയിലൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടൊരു മോഡൽ പ്രിസിയാണ്. ഇതിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ബേസിക്കലി എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മോഡൽ പ്രിസി നിങ്ങളോട് പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നിട്ടുള്ള പാസേജിലെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ബാക്ക്ലോഗും അത് കാരണം ഉണ്ടാകുന്ന ഇഷ്യൂസുമാണ്. അത് സമ്മറൈസ് ചെയ്തുകൊണ്ടുള്ളൊരു ഫസ്റ്റ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ ഈസ് ഫേസിങ് എ പ്രസ്സിംഗ് ഇഷ്യൂ ജുഡീഷ്യൽ ബാക്ക്ലോഗ്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ് അടുത്തായി കൊടുത്തിട്ടുള്ളത്. ദിസ് റിസൾട്ട്സ് ഇൻ പ്രൊട്രാക്റ്റഡ് അൺസർട്ടനിറ്റി ആൻഡ് മെൻ്റൽ ആൻഡ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് ഫോർ ലിറ്റിഗൻസ് പെർട്ടിക്കുലർലി മാർജിനലൈസ് കമ്മ്യൂണിറ്റീസ്. അടുത്തൊരു സെൻറ്റൻസ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ എങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്നാണ് കൊടുത്തിട്ടുള്ളത്. ദിസ് ഇഷ്യൂ ഓഫ് ഡിലേഡ് ജസ്റ്റിസ് ക്യാൻ ബി അഡ്രസ് ത്രൂ മെഷേഴ്സ് ഇൻക്ലൂഡിംഗ് സിസ്റ്റമിക് റിഫോംസ്, more focus on alternative dispute resolution methods and heightened investment in judicial infrastructure. ഇനിയിപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഒരു ഐഡിയ ഒരു കൺക്ലൂഡിംഗ് സെൻറ്റൻസ് എന്ന രീതിയിൽ നമ്മളിവിടെ കൊടുക്കുകയാണ്. ത്രൂ ദീസ് കളക്റ്റീവ് മെഷേഴ്സ് ഇന്ത്യ ക്യാൻ ഗ്യാരണ്ടി ഇക്വിറ്റബിൾ ആൻഡ് ടൈംലി ആക്സസ് ടു ജസ്റ്റിസ്. ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇതിലൊരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്, അഡ്രസ്സിങ് ഡിലേഡ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. ഒരു ടൈറ്റിലും അത്യാവശ്യമാണ്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിസിയാണ്. ഇതിലും ബെറ്ററായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇവാലുവേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തൊരു പ്രിസി ഒരു കമൻ്റായിട്ട് അവിടെ പോസ്റ്റ് ചെയ്യുക.
ആദ്യത്തെ 10 കമൻസ് എങ്കിലും നമ്മളത് വാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.